ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആധുനികരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് ക്രമം തെറ്റാതെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്കാവശ്യമായ എല്ലാം നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തുടനീളമുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ യേശുക്രിസ്തു എന്നവർ പറയുന്ന ആ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മാസത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 25-നാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം ഭൂരിപക്ഷ ക്രിസ്ത്യാനികളും ആഘോഷിക്കുന്നത്. എന്തിനാണ് ഖുത്ബകളിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷം പ്രതിപാദിക്കുന്നത്? നമ്മളുമായിട്ട് അതിന് വല്ല ബന്ധവുമുണ്ടോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മളുമായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എന്നും ക്രൈസ്തവ ലോകം ഇന്ന് ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അബദ്ധജടിലമായ വിശ്വാസമാണ് എന്നും ആ ഈസാ അലൈഹി സ്വലാമിൻ്റെ പേരിൽ അവർ
ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷം തികച്ചും ഐതിഹ്യം മാത്രമാണ് എന്നും മുസ്ലിം സമുദായത്തോടാണ് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ക്രിസ്മസ് കടന്നു വരുമ്പോൾ അതിന് ഹാപ്പി ക്രിസ്മസ്, അതേപോലെ തന്നെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനേകം ദുരാചാരങ്ങളും ആഘോഷ പരിപാടികളും നമ്മുടെ നാട്ടിലെ ഹൈന്ദവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിലനിർത്തുന്ന ഓണം കടന്നു വരുമ്പോൾ അത് ഒരു കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇഴകിച്ചേരുന്നത് പോലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കച്ചവടക്കാരും വ്യാപാരികളും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും എന്തിനേറെ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സമുദായവും അവരുമായി ഇടപഴകി ധാരാളം കുഫറും ശിർക്കും ചെയ്യുന്നു. അതിലൂടെ അള്ളാഹുവിൻ്റെ കോപം വിലക്ക് വാങ്ങുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതുകൊണ്ട് ആരാണ് മഹാനായ യേശു അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാം, നമ്മളും ഈസാ അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധം എന്താണ്, ക്രിസ്തുമസുമായി വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ട നിലപാടുകൾ എന്താണ്, നാം ഈ സമൂഹത്തിന് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളുമായി ബന്ധപ്പെടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പല പോസ്റ്ററുകൾക്കും വീഡിയോകൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമുക്ക് നൽകാനുള്ള മറുപടികൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്നതുകൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ ക്രിസ്മസ് ആഘോഷവും മുസ്ലിം നിലപാടും എന്ന ഒരു വിഷയം തന്നെ എല്ലാ മെമ്പറുകളിലും പ്രതിപാദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാനും ഇൻഷാ അല്ലാഹ് ആ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്ത് നിസാ 171 മുതൽ 172 അതേപോലെ തന്നെ മറ്റുള്ള പല അധ്യായങ്ങളിലും ഇന്ന് ക്രിസ്ത്യാനികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസം അത് അബദ്ധജടിലമാണെന്നും അതൊരിക്കലും തന്നെ ഈസാ അലൈഹിസ്സലാമോ ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ബൈബിൾ എന്നറിയപ്പെടുന്ന ആ ഇഞ്ചിയിൽ ഇല്ലാത്തതാണ് അല്ലെങ്കിൽ തൗറാത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ളത് ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും. അല്ലാഹു തആല വിളിക്കുന്നത് ആരെയാണ്? യാ അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളെ, വേദക്കാരെ. ആരാണ് വേദഗ്രന്ഥത്തിൻ്റെ അനുയായികൾ? ബൈബിൾ അഥവാ ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ പോലെയുള്ള വേദഗ്രന്ഥം ഖുർആനിന് മുമ്പ് മൂസ അലൈഹിസ്സലാമിനും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയും ഒക്കെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. ആ വേദഗ്രന്ഥങ്ങൾ പിന്നീട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇറക്കപ്പെട്ട് ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം, അതേപോലെ തന്നെ തോറ, തൽമൂദ് പോലെയുള്ള ഗ്രന്ഥങ്ങളായി പിന്നീട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം അന്ന് അല്ലാഹു തആല അവതരിപ്പിച്ച ദൈവിക വചനങ്ങൾ എന്നറിയപ്പെടുന്ന റബ്ബിൻ്റെ വചനങ്ങൾ അതിലൊക്കെ ഉണ്ട്. അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല ക്രൈസ്തവ വിഭാഗത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും. അഹ്ലു കിതാബുകാരെ, നിങ്ങൾ ഒരിക്കലും തന്നെ ദീനിൽ അതിര് കവിയരുത്. അവരുടെ ഏറ്റവും വലിയ പിഴവെന്താണ്? അതിര് കവിഞ്ഞു എന്നതാണ്. അതിര് കവിച്ചിലുണ്ടായി. എന്താണ് അവർക്കുണ്ടായ അതിര് കവിച്ചൽ? അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറയാണ്, വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലാഹു തആല ആ ഗ്രന്ഥങ്ങളിലൊക്കെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട
ആ തൗഹീദിന്റെ സത്യത്തെ നിങ്ങൾ കളവാക്കരുത്. ആ റബ്ബിന്റെ വചനങ്ങൾക്ക്, ആ റബ്ബിന്റെ സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹിന്റെ ദീനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയരുത്. എന്താണ് അവർ പറഞ്ഞ കളവ്? അല്ലാഹ് പറയുകയാണ്, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ്, തീർച്ചയായും ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു ദൂതൻ മാത്രമാണ്, പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന് മറ്റു പ്രവാചകന്മാരിൽ നിന്നുള്ള പ്രത്യേകതകൾ എന്താണ്? വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ റൂഹിൻ മിൻഹു, അല്ലാഹു തആല ഒരു പിതാവില്ലാതെ നേർക്ക് നേരെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ മനുഷ്യരൂപത്തിൽ ഇറക്കി കൊടുത്തുകൊണ്ട് അല്ലാഹു തആലയിൽ നിന്നുള്ള ഒരു ചൈതന്യത്തെ ആ ഗർഭാശയത്തിലേക്ക് ഊതാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അതാണ് അല്ലാഹ് പറയുന്നത്, വകലിമതുഹു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹ് ഇറക്കിയ ഒരു വചനമാണ് ഈസാ നബി അലൈഹിസ്സലാം. അൽഖാഹാ ഇലാ മറിയമ റൂഹിൻ മിൻഹു, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുത്തിട്ടുള്ള അവങ്കൽ നിന്നുള്ള ഒരു ആത്മാവാകുന്നു ഈസാ. അല്ലാതെ ഈസ ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരമല്ല, അല്ലെങ്കിൽ ദൈവീക വചനത്തിന് തുല്യമായ രൂപത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദേവലോകത്ത് നിന്ന് വന്ന ദേവനല്ല. അവ ദൈവമല്ല, ദേവനല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല, മറിച്ച് അള്ളാന്റെ റസൂലാണ്, അള്ളാഹുവിൽ നിന്ന് ഊതപ്പെട്ട ഒരു ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിന്റെ പേരില്, ആ പ്രവാചകന്റെ പേരില്, അള്ളാഹ് ഇറക്കിയ വേദഗ്രന്ഥത്തിന്റെ പേരില് പച്ച കളവ് പറയരുത്, ഇല്ലാത്തത് പറയരുത് എന്നുള്ള പറയുകയാണ്. എന്നിട്ടല്ല പറയുന്നു, ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലും ആ വേദഗ്രന്ഥത്തിലും മാത്രമല്ല, അതിനെ തുടർന്ന് ആ ഈസാ അലൈഹിസ്സലാം ബൈബിളിലൂടെ പറഞ്ഞ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കണം വേദക്കാരെ. വലാ തഖൂലൂ സലാസത്തുൻ, അല്ലാഹ് ഒരിക്കലും മൂവരിൽ ഒന്നല്ല, ഈസ ഒരിക്കലും മൂവരിൽ ഒന്നല്ല. അവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വം എന്നത് ക്രിസ്ത്യാനികൾ പിൽക്കാലത്തുണ്ടാക്കിയ ഐതിഹ്യ സിദ്ധാന്തമാണ്. അതൊരിക്കലും ബൈബിളിൽ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതല്ല, അതൊരിക്കലും തന്നെ പ്രമാണമല്ല. അതുകൊണ്ട് ഇൻതഹൂ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ല, നിങ്ങൾ ആ വാദത്തിൽ നിന്ന്, ആ പഴച്ച വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദു, തീർച്ചയായും അല്ലാഹ് എന്ന് പറയുന്നത് മകനില്ലാത്തവനാണ്, വാപ്പയില്ലാത്തവനാണ്, ഭാര്യയില്ലാത്തവനാണ്, ജനിപ്പിച്ചിട്ടില്ലാത്തവനാണ്, ജന്മം നൽകപ്പെട്ടിട്ടല്ലാത്തവനാണ്. അവൻ ഏകനാണ്, അവൻ അദ്വിതീയനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയമില്ല, ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, സുബ്ഹാനഹു അയ്യകൂന ലഹു വലദുൻ ലഹു, അവൻ എത്ര പരിശുദ്ധവാനാണ്. ആ അല്ലാഹ്ക്കൊരു മകനുണ്ടെന്ന് പറയുന്നത് അത് എത്ര വലിയ അപകടകരമായ വാദമാണ്. മാഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശഭൂമികളുടെ മുഴുവനും അധിപന്നവനാണ്. വഖഫാ ബില്ലാഹി വകീലാ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവൻ്റെതാണ്, അവനാണ് അതിൻ്റെ ഒക്കെ കൈകാര്യകർത്താവ്. അവൻ തന്നെ മതി, അവനൊരിക്കലും പുത്രന്റെ ആവശ്യമില്ല, അവനൊരിക്കലും തന്നെ അവതാരത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഓതുന്ന ഈ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് അല്ലാഹു തആല ഇത് പറയുമ്പോൾ, ഇത് നമ്മൾ ഓതുന്ന ഖുർആനിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം നമ്മുടെ ബാധ്യത എന്താണ്? വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യത എന്താ? ഇതിങ്ങനെ കൂലി കിട്ടാൻ വേണ്ടി മീസാനിൽ കനം തൂങ്ങാനും നാളെ നമ്മുടെ അമലുകൾ തൂക്കുന്ന ആ പരലോകത്ത് നമ്മുടെ ഏടുകളിൽ അറഫുകളുടെ കൂലി കിട്ടാനും അതുവഴി സ്വർഗത്തിന് ദറജ കിട്ടാനും മാത്രമാണോ ഇത്? അല്ല, ഇത് ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമദാനിലാണെന്ന് പറയുമ്പോൾ അതിന്റെ അവതീർണ ലക്ഷ്യമല്ല പറയുന്നു, ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ,
ഹുദൽ ലിന്നാസ്, ലോകർക്ക് മുഴുവനും മാർഗദർശനമായിട്ട് സത്യാസത്യ വിവേചനം, ധർമാധർമ്മ വിവേചനം അല്ലാഹു തആല നിർവഹിച്ചുകൊണ്ട് ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ആർക്ക് വേണ്ടി? കാഫത്തൽ ലിന്നാസ്. റസൂലിനെയും ഖുർആനെയും അല്ലാഹ് അവതരിപ്പിച്ചത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെയുള്ള 845 കോടി ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ജീവിക്കുന്നത് ക്രിസ്ത്യാനികളാണ്, അല്ലേ? ഏകദേശം എത്രയുണ്ട് ക്രിസ്ത്യാനികൾ? മുസ്ലിം ജനറേഷനും ക്രൈസ്തവ ജനറേഷനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ന്യൂനപക്ഷമേ ക്രിസ്ത്യാനികൾ അധികമുള്ളൂ. അവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഉമ്മത്തും. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയാണത് ആ കണക്ക് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, ഏറ്റവും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് ലോകത്തുടനീളമുള്ളത്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾക്ക് ഈ ഖുർആൻ എത്തിച്ചു കൊടുക്കേണ്ട ആദ്യ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഈ ആയത്ത് ഓതിയ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ, ഇതിൻ്റെ ലഘുലേഖകൾ, ഈ ആയത്തൊന്ന് DTP എടുത്ത് അല്ലെങ്കിൽ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് ഇന്ന് സെലക്ട് ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ പരിസരങ്ങളിലുള്ള, നമ്മുടെ കച്ചവട രംഗത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പരിചയമുള്ള എത്ര ക്രിസ്ത്യാനികളുണ്ട് ഈ സമയത്ത്. അവരിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ദഅവത്താണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ഈ കൃത്യമായ സത്യം അവർക്കും ലഭിക്കണം. അവർ അബദ്ധ വിശ്വാസത്തിലാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഡിസംബർ 25-ന് ആശംസ നേരാൻ അല്ല നമ്മൾ ചെയ്യേണ്ടത്, ദഅവത്ത് നിർവഹിക്കലാണ് നമ്മുടെ ബാധ്യത. നക്ഷത്രം തൂക്കുക, ഹാപ്പി ക്രിസ്മസ് എന്ന രൂപത്തിൽ ക്രിസ്മസ് സന്ദേശം അയക്കുക, ഗ്രീറ്റിംഗ്സ് കൊടുക്കുക, അല്ലേ? ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് അപ്പം, അതേപോലെ കടകളിൽ, കമ്പോളങ്ങളിൽ മുസ്ലിം വ്യാപാരികൾ തന്നെ കുരിശുമാലകൾ, അതുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് ഓഫർ ബോർഡുകൾ ഇതൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓണം, അതുപോലെ തന്നെ പെരുന്നാൾ ആശംസ എന്ന നിലക്കുള്ള ഒരു നെയ്യത്ത് അതിൽ കടന്നു വരുന്ന പോലെ ക്രിസ്മസ് ആശംസ, ഓണം ആശംസ എന്ന് പറഞ്ഞ് നമ്മളൊരു ആശംസ നെയ്യത്തിൽ വെച്ചാൽ ഒരു വലിയ തെറ്റ് തന്നെയാണ്. നിറച്ചൊരു ഓഫർ എന്ന നിലക്ക് ഒരു 10 ദിവസം റമദാൻ ഓഫർ, അതുപോലെ പിന്നെ റംസാൻ ഓഫർ കൊടുക്കുന്ന പോലെ ക്രിസ്മസ് ഓഫർ എന്ന് പറയുന്നത് കുഴപ്പമില്ല. ആശംസ എന്ന് പറയുമ്പോൾ എന്തായി? അത് വകുപ്പ് മാറി. ആശംസ നേരാൻ പറ്റില്ല, അത് കുഫ്റാണ്, അത് ശിർക്കാണ്, റബ്ബിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. എന്തിനേറെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധ നമസ്കാരത്തിൽ ചുരുങ്ങിയത് 17 തവണ നമ്മളെല്ലാവരും പറയുന്നത് എന്താ? അല്ലാഹുവിനോട് റബ്ബേ നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തണേ അല്ലാ. അള്ളയോട് നമ്മൾ തന്നെ പറയുന്നു, അല്ല നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ആ മാർഗം ഏതാണ്? നീ അനുഗ്രഹിച്ച, നിന്റെ തൃപ്തിക്ക് പാത്രീഭൂതരായ ആളുകളുടെ മാർഗമാണ് റബ്ബേ. അള്ളാഹിനോട് നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കാം. ആ സിറാത്തുൽ മുസ്തഖീം തന്നെ അള്ളാഹ് തൃപ്തിപ്പെട്ടവരുടെ മാർഗമാണ്, അതിലേക്ക് നീ നയിക്കണേന്ന് പറയാം. എന്നിട്ട് നമ്മൾ 2 വിഭാഗത്തിനെതിരെ, 2 വിഭാഗത്തെക്കൊള്ളെ അള്ളാഹുനോട് രക്ഷ ചോദിക്കുന്നു. അടുത്ത ആയത്തേതാ? നിന്റെ കോപത്തിനിരയായ ആൾക്കാരുടെ മാർഗമല്ല. ആരാണ് അള്ളാഹിന്റെ കോപത്തിനിരയായവര്? അൽ യഹൂദിയ വലല്ലാലീം, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. ആരാണ് വഴിപിഴച്ചവർ? അന്നസാറ. അപ്പൊ യഹൂദി നസാറാക്കൾ അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വഴിപിഴച്ചവരാണ്. ആലോചിക്കണം, ഇന്ന് നാം നിർവഹിക്കുന്ന ഈ വെള്ളിയാഴ്ച എന്ന പരിശുദ്ധ ദിവസത്തിലെ, പവിത്രമായ ദിവസത്തിലെ, ഓഫറുകളുടെ മാമാങ്കങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ ദിവസത്തിലെ, മുഅ്മിനീങ്ങളുടെ ഈദ് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന ഈദ് എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും മഹോന്നതമായ ഒരു ഇബാദത്താണ് വെള്ളിയാഴ്ച നാം നിർവഹിക്കുന്ന ഈ ജുമുഅ നമസ്കാരവും ഖുതുബയും, അതിൽ പങ്കുചേരലും. ഈ വെള്ളിയാഴ്ച യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹു തആല ആദ്യം കൊടുത്തിരുന്നതാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്. പക്ഷേ ആ പവിത്രമായ 2 ദിവസത്തെയും അവർ തള്ളിക്കളഞ്ഞു. അവർ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ വിചാരണ കഴിഞ്ഞിട്ടാണ് അവരുടെ ഉമ്മത്തിൻ്റെ വിചാരണ ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന സമൂഹമാണ് അവർ. പക്ഷെ പരലോകത്തെത്തുമ്പോൾ റസൂലുള്ളാഹി മുമ്പിൽ. എന്താ കാരണം? വെള്ളിയാഴ്ച ദിവസം നമ്മൾ തിരഞ്ഞെടുത്തു, നമ്മൾ മാറ്റിയിട്ടില്ല. ആ വെള്ളിയാഴ്ചയും നെഹസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുടിയിരിക്കൽ പാടില്ല, കല്യാണാലോചന പാടില്ല, നല്ല കാര്യമൊന്നും പാടില്ല എന്നും പറഞ്ഞ് നെഹസ് നോക്കുന്ന മുസ്ലിം സമുദായം ഇന്നീ ക്രിസ്ത്യാനികളെ പോലെ, ജൂതന്മാരെ പോലെ സമുദായത്തിലുണ്ട് ചില പുരോഹിതന്മാർ. അതിന് പിൻപറ്റിയ കുറേ സമസ്തക്കാരായ സാധാരണക്കാരുണ്ട്. ഉസ്താദിനോട് ചോദിക്കാൻ നെഹസ് ഉണ്ടോ? ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച വരെ ചിലപ്പം കലണ്ടറിൽ നെഹസ് ചെയ്യാറ്.
എന്നാലോചിച്ച് നോക്കി നിങ്ങൾ, ഷിയാക്കളെ പോലെ പാടില്ല മുഅ്മിനീങ്ങളെ. നമുക്കെന്ത് നഹസ്, നമുക്കെന്ത് നജസ്, നമുക്കെന്ത് ശകുനം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നവൻ അവൻ മതി, അല്ലാഹു മതി. വകഫാ ബില്ലാഹി വക്കീല, റബ്ബിനെ പോലെ വക്കീലാക്കാൻ പറ്റിയ വേറെ ആരാളുള്ളത്? അപ്പം അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് ആശംസകളോ കേക്ക് മുറിക്കലോ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടിയോ തൊപ്പിയോ ഫോട്ടോ വിതരണം ചെയ്യലോ അല്ല നമ്മുടെ പണി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കച്ചവടം കിട്ടും ഉസ്താദ്, ആ സീസണിൽ ഒരു കൊയ്ത്താണ് ഉസ്താദ് എന്ന് ചിലപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് അങ്ങോട്ട്, തൃശ്ശൂർ ഭാഗത്ത് അങ്ങോട്ട്, തിരുവനന്തപുരം കന്യാകുമാരി വരെയും കോഴിക്കോട് ഇങ്ങോട്ട്, അതേപോലെ തന്നെ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ഈ മലപ്പുറം ജില്ലയുടെ കുറച്ച് ചുറ്റുപാടിൽ അതന്നെ നിലമ്പൂർ വന്നാൽ വിട്ടാൽ വഴിക്കടവ് അടിവാരം വരെ ക്രിസ്ത്യൻസിൻ്റെ എത്ര ചർച്ച. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര ക്രിസ്ത്യാനികളും ചർച്ചകളും എത്ര ഉണ്ട്. അപ്പം ഇവിടെ കുറച്ചതില്ലാത്തതുകൊണ്ട് നമ്മളാരും പഠിക്കേണ്ടെന്നല്ല, നമ്മൾ പഠിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണം. ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കുഫറാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നമ്മൾ ഈ ആദർശം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മുസ്ലിം സമുദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് തെരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. രണ്ടിനും തെളിവില്ല. റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതിന് ആധികാരികമായി ഒരൊറ്റ ഗ്രന്ഥങ്ങളിൽ തെളിവില്ല. ചരിത്രത്തിൽ താരീഖിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതേ താരീഖിൽ തന്നെ പറയുന്നു വഖ്തിലിഫ ഫി ആമിൻ റസൂലില്ലാഹി വിലാദത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലാദത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ള വർഷത്തിൽ, മാസത്തിൽ, ദിവസത്തിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ എന്തിനാണ് റബീഉൽ അവ്വൽ ആഘോഷം, ജന്മദിനം ആഘോഷിക്കാമെന്ന് പറഞ്ഞൊരു പരിപാടിയില്ലല്ല. എന്നിട്ട് റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് പ്രത്യേകം തിരഞ്ഞെടുക്കുക, എന്നിട്ട് പെരുന്നാളിനേക്കാളും പോരിശാന്ന് പറയാം. ലൈലത്തുൽ ഖദ്ർ എന്ന റമളാന്റെ അവസാനത്തെ 10-ലെ ഏറ്റവും നല്ല രാവിനേക്കാൾ ശ്രേഷ്ഠകരമാണെന്ന് പറയുക. ഒരു സമുദായത്തെ വഞ്ചിക്കുക. ആ ഒരു 12 ദിവസത്തിൽ ആ റബീഉൽ അവ്വൽ കഴിയുന്നവരെ നല്ലോണം മൂല്യമാർ കായുണ്ടാക്കുക. അന്ന് പ്രത്യേകമായ ബാൻഡും ദഫും കോൽക്കളിയും മത്സരങ്ങളും വൃദ്ധാസ്വാദന മജ്‌ലിസുകളും സെയിം പരിപാടികൾ ക്രിസ്ത്യാനികൾക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഡിസംബർ 25-നാണോ? ഒരു ഐഡിയ ഇല്ല. മരണപ്പെട്ടത് എന്നാണ്? ഒരു ഐഡിയ ഇല്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും മരണവും ഖുർആനിലോ ഹദീസിലോ പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, AD 330 AD 36 ആണ് ഈസാ അലൈഹി സ്വലാം ജനിച്ചത് എന്ന് ഊഹിക്കപ്പെടുന്നു. അത് ഊഹാണ്. എന്നാൽ അതേപോലെ തന്നെ പിന്നെ ഉയർത്തപ്പെട്ടത് എന്നാണ്. അതിലൊന്നും കൃത്യമായൊരു ഡേറ്റും ഇല്ല. പക്ഷേ AD 325-ന് ശേഷം ക്രിസ്തു സഭ തീരുമാനിച്ചതാണെന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം ഈ ഡിസംബർ 25-നാക്കണമെന്ന് ക്രിസ്തു സഭ തീരുമാനിച്ചതാണ്. അതേപോലെ റബീഉൽ അവ്വൽ ആഘോഷം പൗരോഹിത്യം തീരുമാനിച്ചാണ്, അല്ലേ? ഹിജ്റ 420-കൾക്ക് ശേഷം 4 ഇമാമികളുടെ കാലഘട്ടവും കഴിഞ്ഞതിന് ശേഷം. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശിഷ്യന്മാർക്ക് പരിചയമില്ല, അവിടുത്തെ ശിഷ്യന്മാർക്ക് പരിചയമില്ല, അവിടുത്തെ ശിഷ്യന്മാർക്കും പരിചയമില്ല. 3 തലമുറ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഈ 3 തലമുറക്കും പരിചയമില്ല. റബീഉൽ അവ്വൽ ആഘോഷം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവരെ പള്ളിദർശന കിതാബിൽ തന്നെ പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാം, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാം എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. സീറത്തുൽ ഹൽവിയായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ കാലത്തിൽ ഇങ്ങനെ ഒരു ആചാരം തന്നെ അല്ല. അതേമാതിരി തന്നെയാണ് AD 325 എന്ന് പറഞ്ഞ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ തലമുറ, പിന്നത്തെ തലമുറ, 3 നൂറ്റാണ്ട് കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്തു സഭ തീരുമാനിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ഐഡിയ ഇല്ല, ഒരു തെളിവില്ല. ഇനി ഇത് ക്രിസ്ത്യാനികൾ തന്നെ കൊണ്ടതാണ്? അതുമല്ല, മറിച്ച് പഴയ റോമക്കാരുടെ മതമായിരുന്ന മിത്രമതം, റോമൻ ചക്രവർത്തി ഇന്ന് റോമ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ രാജ്യമാണ്. ക്രിസ്തു സഭയുടെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകമായ ഒരു മേലാളന്മാരുള്ള ഒരു ക്രിസ്തു സഭയാണ് റോമ സാമ്രാജ്യം. എന്നാൽ ആ റോമക്കാര് യഥാർത്ഥത്തിൽ മിത്രമതക്കാരായിരുന്നു, ക്രിസ്തുമതം തന്നെ ആയിരുന്നില്ല. അപ്പൊ പഴയ റോമക്കാരുടെ മതമായിരുന്ന മിത്രമതത്തിൽ നിന്ന് ആ ആളുകൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് കടന്നു വന്നു.
അവർ മിത്രമതത്തിൽ നിൽക്കുന്ന കാലത്ത് അവർ സൂര്യനെ ആരാധിച്ചിരുന്നു. സൂര്യാരാധകരായിരുന്നവർ മജൂസികളാണ്. ആ മജൂസികളായ ആളുകൾ സൂര്യാരാധനയുടെ ഭാഗമായി അവർ കണ്ടെത്തിയിരുന്ന ഡേറ്റാണ് ഡിസംബർ 25 സൂര്യനെ ആരാധിക്കുക. ആ ഡേറ്റ് എന്ത് ചെയ്തു? ക്രിസ്ത്യാനി മതത്തിലേക്ക് ഒരു കുപ്പായം മാറ്റി വന്നപ്പോൾ എന്ത് ചെയ്തു? ആ സൂര്യനെ ആരാധിക്കുന്ന ഡിസംബർ 25 ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഡിസംബർ 25 മാറ്റി. ഒന്ന് ആലോചിച്ചു ക്രിസ്ത്യാനികളുടെ അവസ്ഥ. അന്ധവിശ്വാസം അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, അതേപോലെ തന്നെ നല്ല അറിവുണ്ട്, പൈസ ഉണ്ട്, സമൂഹത്തിൽ ഒരുപാട് പിന്നെ സ്ഥാനം വഹിക്കുന്നവരുണ്ട്, മന്ത്രിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? തനിച്ച അന്ധവിശ്വാസികൾ അല്ലേ? അപ്പോൾ അവർ സൂര്യാരാധകരായിരുന്ന മിത്രമതക്കാർ സൂര്യൻ്റെ ജന്മദിനമായി ആഘോഷിച്ച ഡേറ്റ് ഡിസംബർ 25 ഇങ്ങോട്ട് മാറ്റി. മാത്രമല്ല സൂര്യാരാധകനായിരുന്ന റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ എന്ന രാജാവ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ എന്ത് ചെയ്തു? റോമിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം ആണ് പ്രഖ്യാപിച്ചു. ഒരു രാജാവാണ് പ്രഖ്യാപിച്ചാൽ പിന്നെ അവിടെ എല്ലാവരും അംഗീകരിക്കുമല്ലോ. അങ്ങനെയാണ് സത്യത്തിൽ എന്താ ഉണ്ടായത്? റോമയിൽ ക്രിസ്തു മതം വ്യാപകമായത്. അങ്ങനെ മിത്രമതത്തിലെ പല ആചാരങ്ങളും വിശ്വാസങ്ങളും അവർ ക്രിസ്തു മതത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? നിലനിർത്തി. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞായറാഴ്ച ദിവസം വിശേഷ ദിവസമായി അവർ മാറ്റി. അതുവരെ അവർക്ക് വിശേഷ ദിവസം എന്തായിരുന്നു? റോമക്കാർക്ക് ശനിയാഴ്ചയായിരുന്നു. അവർ ഇതിലേക്ക് വന്നപ്പോൾ എന്തോ ഞായറാഴ്ചയാക്കി മാറ്റി. അപ്പോൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും ഈ ഡിസംബർ 25 ഈസാ നബി ഇസ്ലാമിൻ്റെ ജന്മദിനം അംഗീകരിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏകദേശം 13.5 കോടിയോളം വരുന്ന യൂറോപ്പിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും റഷ്യയിലുമൊക്കെ ഉള്ള പെന്തക്കോസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗം, ക്രിസ്ത്യാനികൾ പല വിഭാഗമാണ്, മുസ്ലിങ്ങളിൽ പല വിഭാഗമുള്ള പോലെ ക്രിസ്ത്യാനികളിലും പല വിഭാഗമുണ്ട്. പെന്തക്കോസ് ക്രിസ്ത്യാനികൾ അവരുടെ കലണ്ടറിൽ ജനുവരി 7 അവർ എന്ത് ചെയ്യുന്നത്? ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്, ഡിസംബർ 25 അപ്പോൾ അവർ അംഗീകരിക്കുന്നില്ല. 13 കോടിയോളം വരുന്ന ആളുകൾ അംഗീകരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ലോകത്തുണ്ടല്ലോ അല്ലേ? സലഫികളും മദ്ഹബിൻ്റെ ആളുകളുമായ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഷിയാക്കളും കുറച്ച് ആൾക്കാരും ത്വരീഖത്തുകാരും നമ്മുടെ കേരളത്തിലെ കുറച്ച് സമസ്ത മൗലിയമാരും അല്ലാതെ വേറെ ആരും ലോകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതേപോലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവർ ജനുവരി 7 ആഘോഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോഴും ഈസാ നബിയുടെ ബിംബം വെക്കാത്ത, അതേപോലെ തന്നെ വിഗ്രഹാരാധന നടത്താത്ത, പ്രതിഷ്ഠയില്ലാത്ത, നേർക്ക് നേരെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഹിബ്രു ഭാഷ സംസാരിക്കുന്ന, ഈസാ അലൈഹി ഇസ്ലാം വന്ന കാലത്ത് ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗം ഇന്നും സിറിയയുടെ ഭാഗങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഉയർത്തപ്പെട്ട ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നതിന് വേണ്ടിയും 9 വർഷം ഈ ലോകത്ത് നീതിയോടുകൂടെ ഭരണം നടത്തുന്നതിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിന് ഇമാം മഹ്ദിക്ക് ശേഷം ഒരു നായകത്വം നൽകാൻ വേണ്ടി ഇറങ്ങിയവർ. അന്നെന്തെയും ജൂതന്മാർ വലിയൊരു വിഭാഗം ഈ ഹിബ്രു ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 1.25 കോടിയോളം വരുന്ന ആളുകൾ ഇന്ന് അവർ ഈസാ നബിയിൽ വിശ്വസിക്കുമെന്ന് പണ്ഡിതന്മാരെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ വസ്തുതകളൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം, ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ മനുഷ്യരാണ്, അല്ലാതെ ദൈവമല്ല, ദൈവാവതാരമല്ല. അത് തെറ്റാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കിയത് പറഞ്ഞു തരാൻ കേട്ടോളൂ. മൽ മസ്ഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂൽ. തീർച്ചയായും മൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ, ഇല്ലാ റസൂൽ, ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് റസൂലുമാർ കടന്നു വന്നിട്ടുണ്ട്. അന്നഹു സിദ്ദീഖത്തുൻ കാന യഅകുലാനി ത്വആം, അഥവാ സത്യവതിയായ ഒരു മറിയമിന്റെ പുത്രനാണ്. ആ ഈസയുടെ മാതാവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഈസ നബിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, പാനീയത്തിൻ്റെ ആവശ്യമില്ല. ഈസാ അലൈഹി ഇസ്ലാം കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം വളർന്നിട്ടുണ്ട്, മുലകുടിച്ചിട്ടുണ്ട്, ഉമ്മയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനുള്ള ഒരു ഗുണവിശേഷം അദ്ദേഹത്തിന് ഇല്ല. ഇതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അദ്ദേഹം ദൈവമാണെന്ന് പറയുന്നത്? അല്ലാഹു തആല നിങ്ങൾക്ക് ഈ രൂപത്തിൽ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്?
നിങ്ങൾ അല്ലാഹു തആല പറയാണ്. മാത്രമല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 19-ാം അധ്യായം സൂറത്തു മറിയം 80 മുതൽ 88 മുതൽ 96 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടെങ്കിൽ അസറിന് ശേഷമോ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് മുമ്പോ പള്ളിയിൽ ഇരിക്കുമ്പോൾ വീട്ടിലോ ഒന്ന് പോയിട്ട് എൻ്റെ സഹോദരിമാർ, എൻ്റെ മക്കൾ, കുട്ടികൾ എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ പോയി എടുത്തു നോക്കുക. അന്നത്തെ ഖുതുബ നമുക്കൊരു കാര്യം കിട്ടട്ടെ. ഡിസംബർ 25-ന് ലോകത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും നടന്നത് 25-ന്റെ സമയങ്ങളിലാണ്. ഡിസംബർ 25, 20, 25, 30-നിടയിലാണ്. അതിന് കാരണം എന്താണ് എന്ന് ചരിത്രം പഠിച്ചവർ പറയുന്നു. അല്ലാഹു തആല അത് കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ളതാണ്. ഈ ദിവസം പ്രകൃതികൾക്ക് ഏറ്റവും കോപമുള്ളതാണ്. അള്ളാഹ് പറയാം, ഞാൻ പറയല്ല, കേട്ടോളൂ. أعوذ بالله من الشيطان الرجيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا عدا. പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ അതൊരിക്കലും പറയരുത്. നിങ്ങൾ ഒരിക്കലും തന്നെ അങ്ങനെ പറയരുത്. അത് അല്ലാഹു തആലയുടെ അടുക്കൽ ഗുരുതരമായ പാപമാകുന്നു. അല്ല പറയാണ് അതിന്റെ ഗൗരവം, കേട്ടോളൂ. തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال حتى أن دعوا للرحمن ولدا. ഈ വാദം അവർ പറയുക വഴി ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടു കീഴാറാവുകയോ പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനത്ത് തകർന്നു വീഴാറാവുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഭൂമി വിണ്ടു കീഴ, ഭൂമി കുലുക്കം, പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനത്ത് ഉയർന്നു വീഴുക, ഉരുൾപൊട്ടലുകൾ, അതേപോലെ ആകാശം വിണ്ടു കീറുക. അതാണ് ചരൽവർഷങ്ങളും തീക്കാറ്റുകളും അതുപോലെ തന്നെയുള്ള പ്രത്യേകമായ പ്രകൃതി ദുരന്തങ്ങൾ. എന്തുകൊണ്ട്? ഈ വാദം അവർ പറയുക വഴി. അവ ഏറ്റവും കോപമുള്ള സമയം. എന്നാൽ ആ ദിവസം തന്നെ ഗാനമേള നടത്തുന്നവർ, ആ ദിവസം തന്നെ ടൂർ പോകുന്നവർ, ആ ഡിസംബർ 25 തന്നെ ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നവർ, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സമയം. പ്രകൃതി കാണാൻ പോകാൻ അവിടെ എന്തൊക്കെ ദുരന്തം ഉണ്ടാവും ആർക്ക് പറയാൻ പറ്റും? ശ്രദ്ധിക്കണം, ചിന്തിക്കണം, ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഏറ്റവും പവിത്രമായ പ്രവാചകനാണ്, ഏറ്റവും നല്ല പ്രവാചകനാണ്, മാതാവ് ഏറ്റവും ശുദ്ധിയുള്ള സത്യവതയാണ്. എന്നാൽ ജൂതന്മാർ പറയണതോ ഈസാ നബി വ്യഭിചാരപുത്രനാണ്. ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസാ 156 മുതൽ 159 വരെ ആ വാദത്തെ ഗണ്ണിക്കുന്നു. ഒക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം, ദീൻ, അതിൽ എന്താണോ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് അത് മനസ്സിലാക്കുകയും സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ മതങ്ങളിൽ കടന്നു വരുന്ന വിശ്വാസ വൈകല്യങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആദർശത്തിൽ തൗഹീദിൽ അധിഷ്ഠിതമായി മരണം വരെ ജീവിക്കുവാനും ആ പ്രവാചകന്മാരെ എല്ലാം അതിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും രക്ഷപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ طيبا മുബാറകൻ ഫീ والصلاة والسلام على رسول الله صلى الله عليه وسلم خاتم الأنبياء والمرسلين وحبيب رب العالمين وأصحابه أجمعين التابعين رضي الله عنهم ورضوا عنه. اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെയും അവൻ്റെ വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ വീണ്ടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷവും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അവർ പറയുന്ന ഐതിഹ്യങ്ങളും വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങൾക്കും പൂർണ്ണമായും എതിരാണ് എന്നും
അത് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് ഇരയായ പ്രകൃതി ദുരന്തങ്ങൾ പോലും വിതക്കുന്ന അപകടകരമായ ദിനമാണ് എന്നും നാം മനസ്സിലാക്കി. അതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒക്കെ നമ്മൾ അകന്നു നിൽക്കണം. അതിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിക്കണം. അതിനോടൊരിക്കലും തന്നെ ഒരു ലൈക്ക് കൊണ്ടുപോലും നാം പങ്കുചേരാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ജീവിതകാലത്തും വഫാത്തിന് തൊട്ടു മുമ്പുള്ള നിർണായക സന്ദർഭങ്ങളിലും പല കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുള്ള കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് സ്വഹാബത്തിനോടും ലോകാവസാനം വരെയുള്ള വിശ്വാസികളോടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്ത്യനാൾ അടുക്കാൻ സമയമാകുമ്പോൾ ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലതബിഅതുമൂഹു വഫീ റിവായത്തിഹി അബി ലദഖൽതുമൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ സമുദായം ഉമ്മത്ത് മുസ്ലിം അള്ളാഹുവിൻ്റെ കോപശാപങ്ങൾക്കിരയായ ജൂതക്രിസ്ത്യാനികളുടെ പല മാർഗങ്ങളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. നൂന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഖൂലു യഖൂലൂന യഖൂലുന്ന എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ലതത്തബിഉന്ന, അവർ പിൻപറ്റുക തന്നെ ചെയ്യും. ആ ലമീർ എവിടേക്കാ മടങ്ങുന്നത്? അത് സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഉമ്മത്ത് മുസ്ലിം ജൂതക്രിസ്ത്യാനികളെ പല വിശ്വാസാചാരങ്ങളെയും പിൻപറ്റും. എത്രത്തോളം അവർ ഉടുമ്പിൻ്റെ മാളത്തിൽ കയറിയാൽ കണ്ണും പൂട്ടി അനുകരിക്കുന്ന അത്രത്തോളം യോജിപ്പുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആ യോജിപ്പ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണാൻ പല മേഖലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖബറുകൾ കെട്ടിയുയർത്തുകയും ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളായവരെയും അല്ലാത്തവരെയുമായ മനുഷ്യ ജനങ്ങളെ പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും നേർച്ച വഴിപാടുകൾ കൊടുക്കുകയും അവിടെ പോയിക്കൊണ്ട് സുജൂദും അതേപോലെ തന്നെ എണ്ണ തൊട്ട് നേർച്ചയാക്കലും കെട്ടിക്കരയലും അവിടുത്തെ ഉറൂസ് മഹാമഹങ്ങൾ ആഘോഷങ്ങൾ ഇതൊക്കെ മുസ്ലിം സമുദായത്തിലുണ്ട്. ഇത് എവിടെ നിന്ന് വന്നതാ? ക്രൈസ്തവ സമൂഹത്തിൽ വന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് ഇഹലോകവാസം പഠിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്ന വാചകം ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ കാത് വെച്ച് കേട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലഅനത്തുല്ലാഹി അൽ യഹൂദി വൻ നസ്വാറ, ജൂതക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ, അവരല്ലെങ്കിൽ അല്ലാഹു അവരെ ശപിക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹിം മസാജിദാ. ജൂതക്രിസ്ത്യാനികൾ അവരെ അമ്പിയാക്കന്മാരുടെയും അവരുടെ കൂട്ടത്തിലെ നല്ല ഔലിയാക്കന്മാരായ സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവിടെ ഇടുപ്പുണ്ടാക്കി, അവിടെ കെട്ടിടമുണ്ടാക്കി, അവിടെ പോയി പലതരത്തിലുള്ള പുഷ്പാർച്ചനകളും ഫോട്ടോ വെക്കലും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസന യുഅബദു, എൻ്റെ ഖബറിനെ അതുപോലെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രതിമയാക്കല്ലേ, ബിംബമാക്കല്ലേ റബ്ബേ. റസൂലുള്ളാഹിയുടെ ഖബറിൽ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത കോലത്തിൽ അല്ലാഹ് എന്ത് ചെയ്തു? 3 ചുവരുകൾ കൊണ്ട് മറച്ചു. എന്നാൽ റൗദ ഷരീഫ് പോയിട്ട് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഹബീബിൻ്റെ ഖബർ കാണാൻ കഴിയില്ലായിരുന്നു. ആ ഗ്രിൽസിൽ നോക്കിയാൽ 3 ഓട്ടങ്ങനെ കാണാം. അതിനുള്ളിൽ കൂടെ നോക്കിയാൽ ഒരു കർട്ടൻ ഉണ്ടാവും. ചിലപ്പോൾ അത് കർട്ടൻ കറുപ്പ്, ചിലപ്പോൾ പച്ച, ചിലപ്പോൾ ബ്രൗണ്, പല കർട്ടനും. അതിൻ്റെ അപ്പുറത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി 2ാം ഉമർ ഉണ്ടാക്കിയ ഒരു ചുമരുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഞ്ചകോൺ 5 മൂലയുള്ള ഒരു മതിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ആ വീടിൻ്റെ ചുമര്, അപ്പോൾ ആയിഷ ഉമ്മാൻ്റെ വീടിൻ്റെ ചുമര്, ഉമർ ഖത്താബ് തങ്ങൾ ഉണ്ടാക്കിയ ചുമര്, ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 3 ചുമരിന് അപ്പുറത്തൊരു കർട്ടൻ, അതിൻ്റെ അപ്പുറത്തൊരു ഗിൽസ്, അതിൻ്റെ ഉള്ളൊരു ഓട്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണണം പറയാൻ നിൻ്റെ ഖബർ ഞാൻ കണ്ടു, പച്ച നുണയാണ്. എന്നിട്ട് പിന്നെ ആദാ റസൂലുള്ളാഹി ഖബർ, റസൂലുള്ളാഹിൻ്റെ ഖബർ ഇതാന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കുറേ ഫോട്ടോ.
കുറേ പച്ചക്കുപ്പ. കാരണം എന്താ, നാടായ നാട് മുഴുവനും വലിയ ജാറുണ്ടാക്കി അവിടെ പോയി ഈ പറഞ്ഞ പട്ടിട്ട് മൂടി ആരാധിക്കുന്ന മനുഷ്യന്മാർക്ക് റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് പറഞ്ഞൊക്കെ വലിയ അവിടെ ആർക്കും കാണാൻ പറ്റൂല. കാരണം നബിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയതല്ല ഹബീബിന്റെ ദുആ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി റബ്ബേ, എൻ്റെ ഖബർ വസന യുഅബദു, അവിടെ പോയി ഇബാദത്തും ദുആയും നിർവഹിക്കുന്ന ഒരു കല്ല് പോലെ വിഗ്രഹം പോലെ ആക്കരുത്. അല്ലാഹുവേ ലാ തജ്അൽ ഖബരി, എൻ്റെ ഖബർ ഈദ, ഒരു ഉറൂസിന്റെ പറമ്പാക്കല റബ്ബേ. അവിടെ നേർച്ചപ്പെട്ടിണ്ടോ? അവിടെ സ്വലാത്ത് പട്ടിണ്ടോ? നിങ്ങൾ പറയും അവിടെ മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ടുള്ള പട്ടിണ്ടോ? അവിടെ ആനയുണ്ടോ, അമ്പാരി ഉണ്ടോ, ചെണ്ടമുട്ടുണ്ടോ, അവിടെ കിരിക്കാമുത്തുണ്ടോ, ഉണ്ടോ? മറ്റേ ഉണ്ടോ? കിക്കിപ്പിപ്പിട്ടുട്ടൊക്കെ ഉണ്ടോ? നേർച്ചപ്പറമ്പ് ഉറൂസ് പറമ്പിലൊക്കെ ഇത് എവിടുന്ന് വന്നതാ? ഷിയാക്കൾ കൊണ്ടിട്ടിയ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ചെയ്തത് ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്നതാ. അതുകൊണ്ട് ഹബീബ് മരിക്കുന്നതിന് മുമ്പ് രക്ഷകരെ ദുആ ചെയ്തത്. ആ ദുആ ചെയ്തിട്ട് ആ റസൂലിൻ്റെ ഉമ്മത്ത് തന്നെ വലിയ ആലിമീങ്ങൾ തന്നെ ആ ഉറൂസിൻ്റെ പറമ്പിൽ ആരിഫീങ്ങളും സാദാത്തികളും പങ്കെടുക്കുന്ന ദുആ മജ്ലിസ്. എന്നിട്ട് പാമരായ ആൾക്കാർ വന്ന് അവിടെ കായിടുക. കൊടിമരം, അജ്മീർ ചെമ്പ്, അല്ലേ? എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തിൽ. ഇബ്നുൽ ഖയ്യൂം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നൂരിയ എന്ന കവിതയിൽ പറയുന്നുണ്ട്, ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. അല്ലാഹു തആല 3 ചുമരുകൾ കൊണ്ട് ഹബീബിന്റെ ഖബറിനെ മറച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഉലൈക ഖൗമുൻ ഫീഹി മഅത്ത അബ്ദു സാലിഹ് അബിർ റജുൽ സാലിഹ് ബനു അലാ ഖബരിഹി മസ്ജിദ ഉലൈക ശിറാറു ഖൽഖിൻ ഇൻദല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. അവരെ കൂട്ടത്തിൽപ്പെട്ട ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വാലിഹ് മരിച്ചാൽ, നേതാവ് മരിച്ചാൽ അയാളെ ഖബറെന്തെയും കെട്ടിപ്പൊക്കി ആദരിക്കും. എന്നിട്ട് അവിടെ പോയി ആൾക്കാർ എന്തെയും പട്ടിട്ട് മൂടി ആരാധിക്കും. ഉലൈക ശിറാറു ഖൽഖിൻ ഇൻദല്ലാഹ്. ഭൂമിയിൽ അല്ലാഹു തആലയുടെ ജീവികളിൽ ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ അവരാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി പറഞ്ഞു എന്ത്, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രത്യേകം പറയാൻ കാരണം, എൻ്റെ ഖബർ ആ രൂപത്തിലാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിച്ച് റബ്ബിനോട് മാത്രം തേടി ആ റബ്ബിലേക്ക് മാത്രം നീങ്ങേണ്ട മനുഷ്യന്മാർ. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ മഹല്ലത്തെ ഖബർസ്ഥാനിൽ പോകണ്ടെന്നല്ല. ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ പോകണം, പരലോക ചിന്ത ഉണർത്തണം. ഇതിനു വേണ്ടിയല്ല. ഇത് ദുനിയാവ് ആഗ്രഹിച്ചും പരലോകത്തെ മഹാത്മാക്കൾ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് അത് പച്ച ശിർക്കാണ്. അത് ജൂത ക്രിസ്ത്യാനിയുടെ ആചാരമാണ്. അത് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ്. ഒഴിവാക്കണം നമ്മൾ. അതുകൊണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തിൽ നടക്കുന്ന പലതും ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്, ഇസ്ലാമുമായി ബന്ധമില്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ ആശയർക്കും വിദഗ്ധ ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ഈ സമുദായത്തെ നയിക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലാഹു വിവേകവും നേർമാർഗവും ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മളെല്ലാം അല്ലാഹു ഹിദായത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും നല്ല മുറാദും അല്ലാഹു വാസിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും കഷ്ടപ്പാടും പ്രയാസങ്ങളും അല്ലാഹു എല്ലാവരും ദൂരീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين سبحان ربك رب العزة عما يصفون والسلام للمرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين واستغفروه إنه هو الغفور الرحيم وصلى الله وسلم تسليما كثيرا. أقم الصلاة. Allah